ഇനി RSSനെയും BJPയെയും അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് CPMന് നഷ്ടപ്പെട്ട വോട്ടുകൾ RSSലേക്കും BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ, ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കുക ഉള്ള സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ തിരിച്ചെടുക്കലിനെ നമുക്ക് കാണാം. മലപ്പുറം ജില്ല, നമ്മൾ ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3.5 വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ IPS ഓഫീസറാണ് സുജിത് ദാസ്. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ്. താമർ ജിഫ്രി കേസിൽ CBI പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന, താമർ ജിഫ്രിക്ക് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതിന് കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. താമർ ജിഫ്രി കേസ് എവിടെയും എത്തിയിട്ടില്ല. CBI അന്വേഷണം അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് താമർ ജിഫ്രി കേസിലെ ഈ 4 പ്രതികളായിരുന്ന പോലീസുകാരെയും ഈ സുജിത് ദാസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡർ ആയിക്കൊണ്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല. അപ്പോ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന RSS വൽക്കരണത്തിന്റെ ഈ തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിന്റെ ഭാഗമായി മാറുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിന്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജിഫ്രി കേസിലെ 4 പോലീസുകാരുടെ തിരിച്ചെടുപ്പും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.